നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ പോകുന്നു, കാണുവാൻ ആഗ്രഹിക്കുന്നത് കാണുവാൻ പോകുന്നു. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് ഇടപെടുന്നു. 51 സങ്കീർത്തനം 8 വാക്യം, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് ആഗ്രഹിക്കുകയാണ് ഒരു സന്തോഷ വാർത്ത, ഒരാനന്ദ വാർത്ത കേൾക്കണം. അത് ദൈവം കേൾപ്പിക്കണം. അപ്പോൾ ഭക്തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആ സന്തോഷത്തിൻ്റെ വാർത്തകളൊന്നും കേൾക്കാനില്ല, ആനന്ദത്തിൻ്റെ വാർത്തകളൊന്നും കേൾക്കാനില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇത് ദൂതല്ലേ? ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ, ആ വിഷയത്തിൽ ഒരാനന്ദത്തിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ ഒത്തിരി ദാഹിച്ചു നിൽക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. ഇന്ന് ദൂത് വിശ്വസിച്ചു. ദൈവം ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ചത് കേൾപ്പിക്കാൻ പോവുക, ആഗ്രഹിച്ചത് കൺമുമ്പിൽ വെളിപ്പെടുത്താൻ പോവുക. ആ നിലയിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. 12 സംവത്സരം രോഗിയായിരുന്നവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടാവുന്ന ആ വിടുതലിൻ്റെ വഴിയെക്കുറിച്ച് തെളിഞ്ഞു വരിക. വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും സകലരും പറഞ്ഞു, ഇനി നിനക്കൊരു വഴിയില്ലെന്ന, ഒരു മുഖാന്തരമില്ലെന്ന അവളുടെ കാതുകളിൽ സ്വർഗം കേൾപ്പിച്ചു. അവരുടെ വിഷയത്തിന് വിടുതൽ കൊടുക്കുന്ന വഴിയെക്കുറിച്ച്. ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ ഏതവസ്ഥയിലാണ് കിടക്കുന്നത്, ഏതവസ്ഥയിലാണ് നടക്കുന്നത്, ഏതവസ്ഥയിലാണ് ജീവിതമായിരിക്കുന്നത്, അതിൻ്റെ മധ്യേ ഇതാ വഴിയെക്കുറിച്ചുള്ള ദർശനത്തിൻ്റെ വർത്തമാനം, വാക്കുകൾ ദൈവം കാതുകളിൽ കേൾപ്പിക്കാൻ പോവുക. ആ നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. യോസഫ് വരുന്നു എന്ന് യാക്കോബ് കേട്ടപ്പോൾ തന്നെത്താൻ കട്ടിലിൽ താൻ ബലപ്പെട്ടിരിക്കുകയാണ്, താൻ ഉണരുകയാണ്. തൻ്റെ ശരീരം ക്ഷീണിച്ചു തളർന്നെങ്കിലും വാർത്ത കേട്ടപ്പോൾ തനിക്കൊരു ബലം വരുക. ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ മനസ്സ് ക്ഷീണിച്ച്, മനസ്സ് തളർന്നായിരിക്കുന്ന കുടുംബങ്ങളോടുള്ള ദൂത ചില വാർത്തകൾ കേൾക്കാൻ പോവുക. വരുന്നുണ്ട്, ആ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക, തലമുറ വരാൻ പോവുക, കുടുംബത്തിലേക്ക് ആ നന്മ വരാൻ പോവുക. ഇപ്രകാരമുള്ള മേഖലകളിൽ വെളിപ്പെട്ട് വരുന്ന ശബ്ദം, സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ശബ്ദം, അത് കേൾക്കുമ്പോൾ ഇന്നത്തെ ക്ഷീണിച്ച ഹൃദയം ആനന്ദിക്കാൻ പോവുക, ബലപ്പെടാൻ പോവുക. ആ നിലവെ പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് ശക്തമായി വെളിപ്പെടുത്തുന്നു. ഭർത്തിമായി ചോദിച്ചു, ഈ ശബ്ദം കേട്ടപ്പോൾ, പുരുഷാരത്തിൻ്റെ ആരവാര ശബ്ദം കേട്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ? അവൻ കേൾക്കാൻ ആഗ്രഹിച്ചത് അവൻ്റെ കാതുകളിൽ ദൈവം കേൾപ്പിച്ചു. സന്തോഷ വാർത്ത, വിടുവിക്കുന്ന, സഹായിക്കുന്ന, അവൻ്റെ കണ്ണ് തുറക്കുന്ന ഒരു വഴിയെക്കുറിച്ച് അവൻ കേൾക്കുക. ആ സന്തോഷം കേൾക്കുക. നോക്കിയിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്, കാത്തിരുന്നത് അവൻ്റെ കാതുകളിൽ ദൈവം കേൾപ്പിച്ചു. ദൈവത്തിൻ്റെ വൈദ്യലേ, ദൂതേറ്റെടുത്തു. വചനത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ആലോചന സ്വീകരിച്ചു. ഹൃദയം തുറന്നു. ഇതാ സന്തോഷവും ആനന്ദവും ദൈവം കേൾപ്പിക്കാൻ പോവുക. ഇപ്പോൾ കേൾക്കുന്നത് ഞെരുക്കം, ഇപ്പോൾ കേൾക്കുന്നത് ഒട്ടും സന്തോഷ വാർത്തകളല്ല, വേദനിപ്പിക്കുന്നതാ, മനസ്സ് തളർന്നു പോകുന്നതാ, മനസ്സ് ക്ഷീണിച്ചു പോകുന്നതാ. ഭാരപ്പെടണ്ട. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു. ദൈവമേ, സന്തോഷവും ആനന്ദവും എന്നെ കേൾപ്പിക്കുമാറാക്കണമേ. ആ പ്രാർത്ഥന കേൾക്കും കേട്ടോ. ഇന്ന് ദൂത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ഒരു സന്തോഷത്തിൻ്റെ കാറ്റ് വീശും, ഒരാനന്ദത്തിൻ്റെ കാറ്റ് വീശും. ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. കാതിൽ കേൾക്കാൻ പോവുക. ദൈവം വിടുവിച്ചു, ദൈവം സഹായിച്ചു, ദൈവത്തിൻ്റെ കരം ഇറങ്ങി എന്ന് കാതുകളിൽ കേൾപ്പിക്കുന്ന ദൈവം കേട്ടോ. സന്തോഷവും ആനന്ദവും കേൾക്കാൻ പോവാ. ദുഃഖിച്ച് കണ്ണുനീരൊഴുക്കിയ വിഷയത്തിന്മേൽ സന്തോഷവും ആനന്ദവും കേൾക്കാൻ പോവാ. ആ സ്ഥിതിയിലേക്ക് ദൈവം സാഹചര്യത്തെ മാറ്റുന്നു. ആ സ്ഥിതിയിലേക്ക് ദൈവം
അവസ്ഥയെ തിരിക്കുന്നു. ആ നിലയിൽ കർത്താവ് സഹായിക്കാൻ പോവുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ ദൂതനായി സ്തോത്രം, ദൈവശബ്ദത്തിനായി സ്തോത്രം. ദുഃഖിച്ചിരിക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ കർത്താവേ, ദൈവം കേൾപ്പിച്ച ശബ്ദം പോലെ സന്തോഷവും ആനന്ദവും ആ വിഷയത്തിൽ കേൾക്കട്ടെ. ദൈവത്തിനത് കഴിയും, സ്വർഗത്തിനത് കഴിയും. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയം ചോദിച്ചവരുടെ വിഷയങ്ങളെ മേൽ കർത്താവേ അങ്ങയുടെ കരവിറങ്ങണം, വിടുതലിറങ്ങണം. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.